എന്താ പാട് നല്ലതല്ല. എന്താ പറയുന്നത്? അടിപൊളിന്നോ? കണ്ടീന്നോ? ഇഷ്ടായിന്നോ? ആകെ അത്ഭുതപ്പെട്ടില്ല. നമസ്കാരം. നമ്മൾ ഇന്നുള്ളത് ഏഴൂർ പുല്ലാനിക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ അന്നദാന പന്തലിലാണ് കേട്ടോ. ഭയങ്കര ആളുകളാണ്, ഭയങ്കര ക്രൗഡാണ്. എവിടെ കുമ്പിടിയിൽ നിന്നുള്ള ഒരു ടീമാണ് ഇതിന് സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. പോയൊക്കെ നമുക്കില്ല, ഒരുപാട് വിഭവങ്ങളുണ്ട്. പോയൊക്കാം. എങ്ങനെയുണ്ട്? ഊണ് കൊള്ളാമോ? അടിപൊളിയാ? എന്തെല്ലാം ഉണ്ട് വിഭവങ്ങള്? പച്ചക്കറിയാ? മത്തങ്കറി ഉണ്ട്, പിന്നെ എല്ലാം ഉണ്ടാക്കിട്ടോ. പായസൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ചോറ്? അടിപൊളിയാ? കഴിച്ചോ? സൂപ്പറാ അല്ലേ? ചോറ് കുറവാണല്ലോ. ഇത് നല്ലൊരു പൂക്കളാക്കിക്കണല്ലോ ചോറ്. അതെന്താ സൂം ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്? അതെ. എന്തെന്ന് പേര്? ഒരു അമ്പലത്തിലെ ഉത്സവത്തെക്കാൾ ഉപരിയായി ഒരു നാടിന്റെ ആഘോഷമായിട്ടാണ് ഈ അന്നദാനത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നാനാ മതസ്ഥരായിട്ടുള്ള ആളുകൾ, അടുത്ത സ്കൂളുകളിലെ അധ്യാപകരും കുട്ടികളും, യാത്രക്കാർ, വിശന്നു വലഞ്ഞ മനുഷ്യർ, ഇവരൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തുന്നു. അന്യന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിയുന്നതും ആരും ആട്ടിയോടിക്കില്ലെന്ന ഉറപ്പോടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതും ഇന്നത്തെ കാലത്ത് ചില്ലറ കാര്യമല്ല. ജാതിയും മതവും വിശ്വാസങ്ങളും മനുഷ്യരെ പരസ്പരം അകറ്റി നിർത്താനെന്നുള്ളതല്ല, പരസ്പരം തിരിച്ചറിയാനും ബഹുമാനിക്കാനും കൂടിയുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറത്തുകാർ ചരിത്രകാലം മുതൽ അക്കാര്യത്തിൽ മാതൃക കാണിക്കുന്നവരാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരുള്ള ഈ നാട്ടിൽ ജനിക്കാൻ സാധിച്ചതിലും ഇവിടുത്തെ നന്മകൾക്കൊപ്പം ഇതുപോലെ ചേർന്ന് നിൽക്കാൻ അവസരം തന്നതിനും പടച്ചു തമ്പുരാനോട് നന്ദി പറയുന്നു. പള്ളി വിരിഞ്ഞിട്ട് നേരെ പോന്നാണോ? പുല്ലാനിക്കാട് ഭഗവതി ക്ഷേത്രം. അതെ, പുല്ലാനിക്കാട് ഭഗവതി ക്ഷേത്രം. അതാണ് കേട്ടോ നമ്മുടെ സുനിച്ചേച്ചിയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടിട്ടില്ലേ? കണ്ടിക്കിനു. നിങ്ങളോടാ, നമ്മളെ പ്രേക്ഷകരോടാണ് നമ്മൾ. അതെ, കണ്ടിട്ടില്ലേ? അവര് കണ്ടിക്കിനു. അത് നല്ല അഭിപ്രായമല്ലേ അവര് പറഞ്ഞത്? അതെ. അപ്പൊ ഒരു വർഷം എത്ര പെട്ടെന്നല്ലേ പോയത്? അറിഞ്ഞില്ല, ഒരു വർഷം. അതെ, ഇന്നലെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ഓർമ്മ ഒരു വർഷമായി. അതെ. അപ്പൊ ഒരു വർഷമായപ്പോ ഞാനും ഇങ്ങനെ ആലോചിച്ചു, എത്ര എളുപ്പം കൊണ്ട് ഒരു വർഷമാണ് പോയത്. ഒരാളും ഇത് അറിഞ്ഞതേ ഇല്ല. ഇന്നലെ പറഞ്ഞപ്പോ പോയി. അതെ. അപ്പൊ ആ ഒരു പരിപാടിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച്. എന്താ പരിപാടി? ഇന്ന് രാത്രി എഴുന്നള്ളത്തുണ്ട്. ഇവിടുന്ന് പുഴയ്ക്കന്ന് എഴുന്നള്ളത്തുണ്ട്. അത് കഴിഞ്ഞാല് വരവുണ്ട്, കൊടിവരവുകൾ 3-4 അത് കഴിഞ്ഞാല് പിന്നെ അമ്പലത്തിലത്തെ പരിപാടികൾ ഒരുപാടുണ്ട്. പാതിരത്താലുണ്ട്, പിന്നെ കണലാട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കോഴി കെട്ടിയിട്ടുള്ള കർമ്മം കൊടുക്കലുണ്ട്. എല്ലാ പരിപാടിയും, ഒരുപാട് ചടങ്ങുകളുണ്ട്. അപ്പൊ എനിക്ക് ചേച്ചി, ഞാൻ പേഴ്സണലി ഞാൻ പറയണേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം എന്താ പറയുക, ഇപ്പൊ അമ്പലത്തിന്റെ കുറെ ചടങ്ങുകളുണ്ട്. അപ്പോൾ ഏത് മതത്തിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിനപ്പുറത്തേക്ക് അന്നദാനം, ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം അവിടെ ഒരു വ്യത്യാസമില്ല. ആൺ പെൺ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, നാനാ മതസ്ഥര് എല്ലാവരും ഉണ്ട്. ഒരു വലിയ കാര്യമാണ് ഇന്നത്തെ നമ്മളുടെ സമൂഹം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മതത്തിന്റെ പേരിലാണ് എല്ലാ പ്രശ്നങ്ങളും. ആ ഒരു സമയത്താണ് നമ്മളുടെ നാട്ടില് ഇങ്ങനെ ഒരു അന്നദാനം എന്നാണെങ്കിലും അമ്പലത്തിന്റെ പരിപാടി ആണെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം മുന്നോട്ട് വരുന്ന സമയത്ത് അത് പ്രശംസിക്കാതെ വയ്യ. അതുകൊണ്ടും കൂടിയിട്ടാണ് ചേച്ചി വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതേപോലെ തന്നെ കുറെ കാലം ഇനിയും മുന്നോട്ട് പോകട്ടെ.